എക്സൈറ്റ്മെന്റ് ആയിരിക്കണം. കാരണം നമുക്കറിയാം ഈ ഒരു ബിസിനസ് ഏറ്റവും ആവേശത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും ഏറ്റെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാം നിറഞ്ഞ ഹർഷാരവം അത് കമന്റ് ബോക്സുകളിൽ വരട്ടെ. എന്തായാലും എല്ലാവരുടെയും ആ ഒരു ആകാംക്ഷയോടുകൂടി അല്ലെ എക്സൈറ്റ്മെന്റിനോട് കൂടി തന്നെ ഞാൻ വിനോദ് സാറിനെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വിനോദ് സാർ, പ്ലീസ് കം. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സുരേന്ദ്രനാഥ് സാർ. വളരെ വലിയ നേട്ടങ്ങളിലേക്ക് എത്തട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നല്ലൊരു ദിവസമാണല്ലേ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മള് ഒരു മാസം ഒക്കെ കഴിഞ്ഞ് കട്ട് ഓഫ് ഒക്കെ കഴിഞ്ഞിട്ട് അടുത്ത മാസത്തിലേക്ക് കിടന്ന ആദ്യത്തെ ദിവസം കൂടിയാണ്. ഇനി അടുത്ത കട്ട് ഓഫ് വരുന്ന സമയത്തേക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലേ. നമ്മുടെ ഡ്രീമിങ് പ്രോസസ്സ് വരുന്നു, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം നമ്മള് ലീഡേഴ്സ് ആയിട്ടുള്ള ആളുകൾ എല്ലാവരെയും പ്രത്യേകം പറഞ്ഞു തരും. നിങ്ങൾ ഓരോരുത്തരോടും പറഞ്ഞു തരും. പറയുന്നതനുസരിച്ച് നിങ്ങൾ വളരെ ശക്തമായിട്ട് അതിന് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക. ഞാനിപ്പോ ഒരു വഴിയിലാണ്, കാറിലിരുന്ന് ആണ് ഞാൻ ഈ പറയുന്നത്. അപ്പോ മാവേലിക്കര എന്ന് പറയും. ഞാൻ എറണാകുളത്തുകാരനാണ്. പെരുമ്പാവൂരാണ് എൻ്റെ വീട്. പെരുമ്പാവൂര് ഒരു ചെറിയ ഗ്രാമം, വളയഞ്ചിറങ്ങര എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമത്തിലാണ്. 2013 മുതല് നമ്മുടെ കമ്പനി സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ 2013 എനിക്ക് അവസരം കേൾക്കാൻ പറ്റില്ല. പക്ഷെ 2014 എനിക്ക് അവസരം കേൾക്കാൻ പറ്റി. ഏറ്റവും നല്ല ലീഡർ, ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലീഡേഴ്സിന്റെ ഒക്കെ അടുത്തുനിന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. കാരണം ആ സമയത്ത് 2013, 2014 മുതൽ കേൾക്കാൻ സാധിച്ചെങ്കിൽ 2018 ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ തയ്യാറായത്. കാരണം ആ സമയത്ത് എനിക്ക് നല്ലൊരു ബേക്കറി ഉണ്ടെന്നും, ആദ്യ സമയത്ത് ഞാനൊരു ഫീൽഡ് വർക്ക് തന്നെയായിരുന്നു. LICയിലായിരുന്നു ഞാൻ കൂടുതലായിട്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. എൻ്റെ അമ്മാവനൊരു ഡെവലപ്മെന്റ് ഓഫീസറായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു LICയുടെ ഒരു ഇത് ഏജന്റായിട്ട് എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ ഞാൻ IRDA ടെസ്റ്റ് ഒക്കെ പാസ്സായി. അങ്ങനെ അതിലേക്കായിരുന്നു കൂടുതൽ ഇത് ചെയ്തത്. അതുകൊണ്ട് LICയിൽ പോയത് കൊണ്ട് ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ട്രെയിനിങ് കേൾക്കാൻ പറ്റി എന്നുള്ളതാണ്. പിന്നെ അന്നത്തെ കാലത്ത് ചെറിയ പൈസയൊക്കെ മതി ജീവിക്കാൻ, അതുകൊണ്ട് അങ്ങനെയൊക്കെ ജീവിച്ചു പോയി. പക്ഷെ ഇന്നത്തെ കാലത്ത് അതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷമാണ് ശരിക്കും മനസ്സിലായത്. കാരണം നമ്മള് പറയുന്ന കേട്ടില്ലേ, എല്ലാവരും പറയുന്ന കേട്ടിട്ടുണ്ട്, മുണ്ട് മുറുക്കി കൊടുത്ത് ജീവിച്ചു എന്ന് പറയുന്ന രീതിയിൽ ആ സമയത്ത് അതുപോലെയൊക്കെ